വചന സമീക്ഷയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം സങ്കീർത്തനങ്ങൾ 91:10. ഒരു അനർത്ഥവും നിനക്ക് സംഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തെ സമീപിക്കുകയുമില്ല. വളരെ ശരിയാണല്ലേ? കർത്താവിൻ്റെ വചനം കൂടെ ഉള്ളപ്പോൾ എപ്പോഴും നമുക്ക് സംരക്ഷണവും വഴിയും സത്യവുമായിട്ട് എപ്പോഴും കർത്താവ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒന്നും കൂടെ എല്ലാവരെയും വചന സമീക്ഷയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യും. ഒരിടത്ത് ഒരു ബിസിനസ് ഫാമിലി ഉണ്ടായിരുന്നു. അപ്പനും അമ്മയും മകനും നിറഞ്ഞ ഒരു കുഞ്ഞു ബിസിനസ് ഫാമിലി. ആൾ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നത് ആളുടെ സുഹൃത്തിനോടൊപ്പം തന്നെയായിരുന്നു. നല്ല പ്രോഫിറ്റും നല്ല ലാഭമൊക്കെ ലഭിച്ചുകൊണ്ടിരുന്ന നല്ലൊരു കാലയളവ് ആ മനുഷ്യനും ഉണ്ടായിരുന്നു. ഒരു സ്റ്റേജ് എത്തിയപ്പോഴത്തേനും എല്ലാ ബിസിനസ്മാൻമാരുടെയും ലൈഫിൽ ഉണ്ടാകുന്ന പോലെ തന്നെ ഒരു ഇടർച്ച ഉണ്ടായി. ആ ഇടർച്ച കൊണ്ടുവന്നതും അദ്ദേഹത്തിൻ്റെ ആത്മസുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന് തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റും കണക്കും ഒക്കെ മനസ്സിലാക്കി വെച്ചിട്ട് ആ മനുഷ്യൻ എന്ത് ചെയ്തു? മറ്റൊരു ബിസിനസ് കമ്പനിയിലോട്ട് അയാളുടെ ഐഡിയാസും അയാളുടെ പ്രോഫിറ്റൊക്കെ ഷെയർ ചെയ്ത് അയാൾ ചതിച്ചു. ഒരു പക്ഷേ ആ സമയത്ത് ആ ബിസിനസ്മാൻ്റെ മാനസികാവസ്ഥ നമുക്ക് തന്നെ ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. കൂടെ സ്വന്തം ചോര അല്ലെങ്കിൽ സ്വന്തം കൂടപ്പിറപ്പ് എന്ന് വിചാരിച്ചിരുന്നൊരു കൂട്ടുകാരൻ അദ്ദേഹത്തെ ചതിച്ചപ്പോൾ അയാൾക്കുണ്ടായ വിഷമം എന്തുമാത്രം ഉണ്ടെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ നിറയെ പാളിച്ചകളും നിറയെ കഷ്ടതകളും ഉണ്ടായി. മോന് സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥയായി. എന്തുമാത്രം വലിയൊരു കോടീശ്വരനായിരുന്ന മനുഷ്യനായിരുന്നു. അയാൾക്ക് എല്ലാം ഉണ്ടായിരുന്നിട്ടും അയാൾക്ക് ഒന്നുമില്ലായിരുന്നു. ആ സമയത്ത് പ്രാർത്ഥനയായിരുന്നു. പ്രാർത്ഥനയിലൂടെ അയാളുടെ ജീവിതം എങ്ങനെ മാറി എന്ന് ഞാൻ നിങ്ങളോട് പറയാം. അതിനു മുമ്പേ ഒരു കോള് നമുക്ക് വരുന്നുണ്ട്. അതിനുശേഷം ഞാൻ നിങ്ങളെ സമീപിക്കാം. വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? സൂസമ്മ. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഓക്കെ. അപ്പൊ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഞാൻ തന്നെ ഉള്ളേ. ആണോ? വീട്ടിലൊറ്റയ്ക്കാണോ അപ്പോ? ഓക്കെ. അപ്പൊ നമുക്ക് 4 ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കും. അറിയാലോ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള 4 ചോദ്യമായിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് കടക്കാം. ഇസ്രായേൽ ഗൃഹം അവിടെ ചെയ്യുന്ന മഹാമ്ലേച്ഛതകൾ എന്തിനു വേണ്ടിയായിരുന്നു? ഇസ്രായേൽ ഗൃഹം അവിടെ ചെയ്യുന്ന മഹാമ്ലേച്ഛതകൾ എന്തിനു വേണ്ടിയായിരുന്നു? അതെ, വളരെ ശരിയായിട്ടുള്ള ഉത്തരമാണ്. ഉത്തരം യഹോവ വിശുദ്ധ മന്ദിരം വിട്ട് ദൂരെ പോകേണ്ടതിന്. അപ്പൊ ആന്റി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് കടന്നാലോ? പ്രാകാരത്തിന്റെ വാതിൽക്കൽ യെഹെസ്കേൽ കണ്ടത് എന്താണ്? അതെ ആന്റി, വളരെ ശരിയുള്ള ഉത്തരമാണ്. ഉത്തരം ചുവരിൽ ഒരു ദ്വാരം. മൂന്നാമത്തെ ചോദ്യം, കൽപ്പന അനുസരിച്ച് ചുവർ കുത്തിയിരുന്നപ്പോൾ എസെക്കിയേൽ കണ്ടത് എന്താണ്? അതെ ആന്റി, അതെയാണ് ഉത്തരം, ഒരു വാതിൽ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാവേ. വാതിലിലൂടെ അകത്ത് ചെന്ന് എന്ത് നോക്കുവാനാണ് എസെക്കിയേലിനോട് പറഞ്ഞത്? അതിന്റെ ഉത്തരം അവർ ചെയ്യുന്ന ദുഷ്ടമ്ലേച്ഛതകൾ. അതെ ആന്റി, ശരിയായ ഉത്തരമാണ്. അവർ ചെയ്യുന്ന ദുഷ്ടമ്ലേച്ഛതകൾ. ഓക്കെ ആന്റി, റേഞ്ച് നല്ലോണം കട്ടാവുന്നുണ്ട്. എന്തായാലും ആന്റിക്ക് വിളിക്കാൻ സാധിച്ചല്ലോ അല്ലേ? ഓക്കെ ആന്റി, കുഴപ്പമില്ല കേട്ടോ. നമുക്ക് അടുത്ത കോളിൽ നല്ലോണം സംസാരിക്കാവേ. ഓക്കെ ആന്റി, ശരി. അപ്പോൾ സൂസമ്മ ആന്റി ആയിരുന്നു നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ആൾക്ക് റേഞ്ചിന് ഇച്ചിരി പ്രശ്നമുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ആളോട് കൂടുതൽ കാര്യങ്ങളൊക്കെ സംസാരിക്കാമായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ബിസിനസ്മാൻ്റെ കഥയിലോട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ആളുടെ വലിയ കഷ്ടമാണ്, സഹനമാണ്. പക്ഷെ ആൾക്ക് പാസ്റ്റ് ലൈഫിൽ ഉണ്ടായിരുന്നതിൽ ഒരു സാധനം ഇല്ലായിരുന്നു. അത് ഞാൻ പറഞ്ഞായിരുന്നു, പ്രാർത്ഥന ഇല്ലായിരുന്നു. അപ്പോൾ ആ മനുഷ്യൻ്റെ മോന് ഈ പറഞ്ഞ മാതിരി സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല, സ്കൂളിൽ പോയാൽ ഫീസ് അടച്ചില്ല, അങ്ങനെയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ആ കൊച്ചു അനുഭവിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കൊച്ചിൻ്റെ ഒരു ഫ്രണ്ട് വഴി ആ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എടാ ഇങ്ങനെയൊക്കെ കഷ്ടതകളൊക്കെ ഉണ്ടാകുമ്പോൾ എൻ്റെ അപ്പ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ആ കൊച്ചിൻ്റെ അപ്പം വന്നിട്ടൊരു കച്ചവടക്കാരനായിരുന്നു. അപ്പോൾ ആൾക്ക് നഷ്ടവും ലാഭവും ഒക്കെ സ്ഥിരം വരാറുള്ളതാണ്. പക്ഷെ അവർ സോർട്ട് ഔട്ട് ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്നത് ഈ പ്രാർത്ഥനയിലൂടെ മാത്രമായിരുന്നു. അപ്പോൾ ഈ കൊച്ച് ഈ പയ്യനോട് പറയുന്നു, നിൻ്റെ അപ്പനോട് നിങ്ങളൊരു കാര്യം ചെയ്യുക, എന്നും പ്രാർത്ഥിക്കുക, കർത്താവ് എന്തെങ്കിലും വഴി കണ്ടെത്തി തരും എന്ന് അവനോട് പറയുകയുണ്ടായി.
ഈ കൊച്ചു എന്ത് ചെയ്തു, ഇതേപടി കേട്ടിട്ട് സ്വന്തം അപ്പനോട് പോയി പറഞ്ഞു, അപ്പാ ഇങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവ് ഒരു വഴി കണ്ടെത്തി തരും. പക്ഷേ അപ്പൻ്റെ മറുപടി കൊച്ചു പ്രതീക്ഷിക്കുന്നതിലും അത്ഭുതകരമായിട്ടായിരുന്നു. എന്താണെന്ന് ഞാൻ പറയാം. നമുക്ക് ഒരു കോളൂടെ വരുന്നുണ്ട്. വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? കോട്ടയത്ത് നിന്ന് മറിയാമ്മ കുര്യൻ. ആണോ? അപ്പോൾ വീട്ടിലൊക്കെ ആരുണ്ട്? വീട്ടില് ഞാനുണ്ട്, അപ്പച്ചനുണ്ട്. ആണോ? അപ്പോൾ ആൻറ്റി ഹൗസ് വൈഫ് ആണോ അതോ ജോലിക്കെല്ലാം പോകുന്നുണ്ടോ? ഇല്ല, ജോലിയൊന്നുമില്ല, പ്രായമായ ആളാ. ആണല്ലേ, ശരി ശരി ശരി. അപ്പോൾ വചനമൊക്കെ വായിക്കാറുണ്ടോ? വായിക്കാറുണ്ട്. അപ്പോൾ ആൻറ്റി, നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, ഉം. കൈ പോലെ ഒന്ന് നീട്ടി ആത്മാവ് എങ്ങനെയാണ് എസെക്കിയേലിനെ ഭൂമിയുടെയും ആകാശത്തിന്റെയും മധ്യേ ഉയർത്തിയത്? തലമുടിക്ക് അതെ ആൻറ്റി, അതെ, ശരിയായ ഉത്തരമാണ്. പിടിച്ച്. തലമുടിക്ക് പിടിച്ച്, അതെ, ശരിയായ ഉത്തരമാണ്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വചനം പറയോ? ഇഷ്ടപ്പെട്ട ഒരു വചനം. ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. അതെ, ആമേൻ. ശരിയാണ്, ശരിയാണ്. കർത്താവിനെ ആശ്രയിച്ച് നമ്മൾ എന്ന് ജീവിക്കണം അല്ലേ? അതെ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് കടന്നാലോ? കിടക്കാം. ദിവ്യദർശനത്തിൽ എസെക്കിയേലിനെ എവിടേക്കാണ് കൊണ്ടുപോയത്? യെരൂശലേമിൽ വടക്കോട്ടുള്ള അകത്തെ വാതിക്കൽ. അതെ അതെ, ശരിയായ ഉത്തരമാണ്. ഉത്തരം യെരൂശലേമിൽ വടക്കോട്ട് ദർശനമുള്ള അകത്തെ വാതിൽക്കൽ കൊണ്ടുവന്നു. പക്ഷേ ആന്റിയുടെ ഒരു പാട്ട് കേൾക്കാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പാട്ടൊക്കെ പാടി തരുമോ? തരാം. രാജാധിരാജൻ മഹിമയോടെ വാനാമേഘത്തിൽ എഴുന്നള്ളാറായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. പ്രശാന്തിർന്നു നിത്യം വസിപ്പാൻ വാസമൊരുക്കാൻ പോയ പ്രിയന്താൻ. വാസമൊരുക്കാൻ പോയ പ്രിയന്താൻ. നിന്ന കഷ്ടത പരിഹാസങ്ങൾ ദുഷികളെല്ലാം തീരാൻ കാലമായി. ദുഷികളെല്ലാം തീരാൻ കാലമായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. ആഹാ, നല്ലോണം പാടുന്നുണ്ടല്ലോ ആന്റി. താങ്ക് യു കേട്ടോ ഞങ്ങൾക്ക് വേണ്ടി ഈ പാട്ട് പാടി തന്നേന്. നല്ലോണം ഒന്നും പാടില്ല, പാടി ഇല്ല ആന്റി, നല്ലോണം പാടി, നേരാ. ശരി ആന്റി, അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് കടന്നാലോ? പോകാം. ശരി. ദിവ്യദർശനത്തിൽ എസെക്കിയേൽ യെരൂശലേമിൽ വടക്കോട്ട് ദർശനമുള്ള അകത്തെ വാതിൽക്കൽ ഉണ്ടായിരുന്നത് എന്താണ്? തീഷ്ണത ഏൽപ്പിക്കുന്ന തീഷ്ണബിംബത്തിന്റെ ഇരിപ്പിടം ഉണ്ടായിരുന്നു. അതെ അതെ, ഉത്തരം അസൂയ ജനിപ്പിക്കുന്ന അസൂയ ബിംബത്തിന്റെ ഇരിപ്പിടം. ഈ വേദോത്സവത്തിൽ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആന്റി, കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. ശരിയായിട്ടുള്ള ഉത്തരം പകുതിയോളം പറഞ്ഞു. അപ്പോൾ ആന്റി വചനം വായിക്കുന്ന ആളാണല്ലോ. അപ്പോൾ വചനത്തിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം ആരാണ്? കഥാപാത്രം ഒത്തിരി ഉണ്ട്. അതെ, അതിൽ തന്നെ നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം, എനിക്കാണെങ്കിൽ മാർത്തേനാണ് ഇഷ്ടം. അപ്പോൾ അതുപോലെ മാർത്തയുണ്ട്, മറിയമുണ്ട്, യോഹനാനുണ്ട്, എന്തോരം ആൾക്കാരുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ആരെയാ? ആരെയായിരുന്നു? റൂത്തോ? ഓക്കെ ആന്റി, ഓക്കെ ഓക്കെ. അപ്പോൾ ഇനി നമ്മുടെ നാലാമത്തെ ചോദ്യത്തിലോട്ട് കടന്നാലോ? കിടക്കാം. ഓക്കെ ആന്റി. സമഭൂമിയിൽ കണ്ട ദർശനം പോലെ ഇവിടെയും ഉണ്ടായിരിക്കുന്നത് എന്തായിരുന്നു? ദൈവത്തിന്റെ മഹത്വം. അതെ അതെ, ശരിയായിട്ടുള്ള ഉത്തരവാണ്. ഉത്തരം ഇസ്രായേലിന്റെ ദൈവത്തിന്റെ തേജസ്, മഹത്വം അല്ലെങ്കിൽ തേജസ്. ഓക്കെ ആന്റി, അപ്പോൾ നല്ലോണം ബൈബിൾ വായിക്കുന്ന ആളാണെന്ന് ഈ ചോദ്യമൊക്കെ ചോദിച്ചപ്പോൾ മനസ്സിലായി കേട്ടോ. അപ്പോൾ എന്നും ഒത്തിരി പ്രാവശ്യം വായിച്ചിട്ടുള്ളതാ. അതെ അതെ അതെ, മനസ്സിലായി. നമ്മൾ ചോദ്യം ചോദിച്ചപ്പോൾ ഉത്തരം ബൈബിൾ ക്വിസിന് പോയതാ. ആണല്ലേ? ആ, ഓക്കെ ആന്റി, ഓക്കെ ഓക്കെ. അപ്പോൾ എന്നും ബൈബിൾ വായിക്കണം, എന്നും പ്രാർത്ഥിക്കണം, പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കണം. എന്നെ ഓർക്കാൻ. അയ്യോ, ഓർക്കാം ആന്റി, ഓർക്കാം. ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി എന്നും പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. ഓക്കെ ആന്റി, ശരി എങ്കിൽ താങ്ക് യു കേട്ടോ. ഓക്കെ. മറിയാമ്മ ആന്റി ആയിരുന്നു നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത്.
ആൾ ഭയങ്കര കൂളും സോഫ്റ്റും ഒക്കെ ആയിരുന്നു കേട്ടോ. നമ്മളോട് ഭയങ്കര സ്നേഹത്തിലായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പാട്ട് പാടി തന്നു, ഒരു വചനഭാഗം നമ്മളോട് ഷെയർ ചെയ്തു. അപ്പോൾ ആൻറ്റി ഇനിയും നമ്മളെ വിളിക്കണം, വചനമൊക്കെ വായിക്കുമ്പോഴും പ്രാർത്ഥനയിലൊക്കെ നമ്മൾ ഓരോരുത്തരെ ഓർക്കണം, ഞങ്ങൾ ഓർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കഥയുടെ ബാക്കി ഭാഗം. അപ്പോൾ ആ പയ്യൻ്റെ കൂട്ടുകാരൻ പറഞ്ഞതനുസരിച്ച് ആ കൊച്ചു എന്നിട്ട് അപ്പനോട് പറയണം, അപ്പ എൻ്റെ കൂട്ടുകാരൻ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്, നമുക്കൊന്ന് പ്രാർത്ഥിച്ചു നോക്കാം അപ്പ. അപ്പോൾ ഈ ബിസിനസ് പൊട്ടിയതോടെ തന്നെ അവൻ്റെ അപ്പം വന്നിട്ട് ഇച്ചിരി കുടിയൊക്കെ തുടങ്ങി, കടം കൂടുതൽ കാരണം ഡിപ്രഷൻ, അങ്ങനെ ആൾ ഭയങ്കര ഒരു മാനസികാവസ്ഥയിലോട്ട് ആ ബിസിനസ്മാൻ മാറിക്കഴിഞ്ഞിരുന്നു. എങ്കിലും കൊച്ചു പറഞ്ഞതല്ലേ കേൾക്കാം എന്നും വെച്ചിട്ട് അപ്പൻ എന്തോ ചെയ്തു, പ്രാർത്ഥിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നുണ്ട്. ആൾ നല്ലതുപോലെ പ്രാർത്ഥിക്കുന്നുണ്ട്, കൊച്ചും പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ കുറേ കാലങ്ങൾ കടന്നുപോയി. ഈ പ്രാർത്ഥന വഴി അവരുടെ ലൈഫിൽ ഉണ്ടായ മാറ്റം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. അതിനു മുമ്പേ ഒരു കോൾ കൂടെ ഉണ്ട്. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ശൈലജ. എവിടെന്നാ? തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് നിന്ന് ശൈലജയാണോ വിളിക്കുന്നത്? അതെ അതെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ ഹസ്ബൻഡ്, 2 ആൺമക്കള്, ഒരു മരുമകള്, ഒരു കൊച്ചുമകള്. ഓ, അപ്പോൾ ഒരു വലിയ ഫാമിലി ആണല്ലേ, ജോയിന്റ് ഫാമിലി ആണല്ലേ? അതെ. ആ ഓക്കെ. അപ്പോൾ ആൻറ്റി എന്താ ജോലി വല്ലതും ചെയ്യുന്നുണ്ടോ അതോ ഹൗസ് വൈഫാണോ? ഹൗസ് വൈഫാണ്. ആണല്ലേ. അപ്പോൾ വചന സമീക്ഷ കാണാറുണ്ടോ? കാണാറുണ്ട്. വിളിക്കാറുണ്ടോ? വിളിക്കാറുമുണ്ട്. ആ ഓക്കെ ആൻറ്റി, താങ്ക് യു. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. 4 ചോദ്യങ്ങളായിരിക്കും ചോദിക്കേണ്ടായിരിക്കാം. അത് വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. എന്നും വായിക്കുക എടുക്കുകയൊക്കെ ചെയ്ത വചനഭാഗത്തു നിന്നായിരിക്കും നമ്മുടെ ചോദ്യങ്ങൾ വരിക. ഓക്കെ ആൻറ്റി. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലോട്ട് കടന്നാലോ? കടക്കാം. ഇസ്രായേൽ ഗ്രഹം വീഴുന്നത് എങ്ങനെയൊക്കെയാണ്? ഇസ്രായേൽ ഗ്രഹം വീഴുന്നത് എങ്ങനെയൊക്കെയാണ്? വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും വീഴും. അതെ അതെ, വളരെ ശരിയുള്ള ഉത്തരമാണ്. ഉത്തരം വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും പകർച്ചവ്യാധി കൊണ്ടും. അപ്പൊ ആന്റി എന്നും ബൈബിളൊക്കെ വായിക്കാറുണ്ടോ? വായിക്കാറുണ്ട്. പള്ളിയിലൊക്കെ പോകുന്ന ആളല്ലേ? അതെ. ഇതുവരെയായിട്ട് ബൈബിൾ വായിച്ചൊക്കെ തീർത്തിട്ടുണ്ടോ? പഴയ നിയമം പുതിയ നിയമം ഒക്കെ ഉണ്ട്. എത്ര തവണ വായിച്ചു തീർത്തിട്ടുണ്ട്? 2 പ്രാവശ്യം വായിച്ച് തീർത്തിട്ടുണ്ട്. ആഹാ, കൊള്ളാലോ. അപ്പൊ ഭയങ്കര അറിവാണല്ലേ അപ്പൊ വചനത്തെ പറ്റി? കുറച്ചൊക്കെ. വചനം എഴുതാറുണ്ടോ? എഴുതിയിട്ടൊക്കെ ഉണ്ടോ വചനം? എഴുതിയിട്ടുണ്ട്. ആണല്ലേ. അപ്പൊ ആന്റി ഇത്രയും നമ്മൾ വചനം വായിക്കുക എടുക്കുകയൊക്കെ ചെയ്തിട്ടില്ല. അപ്പോൾ വചനത്തിൽ ആന്റിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വചന ഭാഗം പറയാൻ പറ്റുമോ? വചനഭാഗം ഏതെങ്കിലും ഒരു കുഞ്ഞു സ്റ്റോറി, ഇപ്പോൾ റൂത്തിന്റെ ആവട്ടെ, തോബിത്തിന്റെ ആവട്ടെ, ഓക്കെ. നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കുറേ പേരുടെ സ്റ്റോറി ഉണ്ടായിരിക്കത്തില്ലേ? ഇപ്പൊ ജോബ് ആകട്ടെ, അതുപോലെ ആരുടെങ്കിലും സ്റ്റോറി ഏറ്റവും കൂടുതൽ ഇങ്ങനെ മനസ്സിൽ തങ്ങി നിൽക്കുന്നതായിട്ടുണ്ടോ? ഇയ്യോബിന്റെ പുസ്തകം ആണല്ലേ. എന്തുകൊണ്ടാ ഇഷ്ടപ്പെട്ടെ? ഓക്കെ ആന്റി, ഓക്കെ ഓക്കെ. അപ്പൊ ഇതുപോലെ നിറയെ വചനമൊക്കെ വായിക്കണം കേട്ടോ. അതെ, ശരി ആന്റി. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് കടന്നാലോ? ഓക്കെ ആന്റി, ഓക്കെ. അവരുടെ നിഹതന്മാർ വീണ് കിടക്കുന്നത് എവിടെയായിരുന്നു? ഒന്നും കൂടി ഞാൻ ചോദ്യം ചോദിക്കട്ടെ? അവരുടെ നിഹതന്മാർ വീണ് കിടക്കുന്നത് എവിടെയായിരുന്നു? എല്ലാ കുന്നിന്മേലും, സകല പർവ്വത ശിഖരങ്ങളിലും, എല്ലാ പച്ചമരത്തിൻ കീഴിലും, കഴിച്ചിരിക്കുന്ന എല്ലാ കരുവേലകത്തിൻ കീഴിലും. ആന്റി അതൊന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പറയുമോ? ബലിപീഠങ്ങളുടെ ചുറ്റും, അവരുടെ വിഗ്രഹങ്ങളുടെ ഇടയിൽ വീണ് കിടക്കും. അതെ അതെ, ശരിയായിട്ടുള്ള ഉത്തരമാണ്. ഉത്തരം അവരുടെ ബലിപീഠങ്ങളും ചുറ്റും അവരുടെ വിഗ്രഹങ്ങളുടെ ഇടയിലും. നമുക്ക് വേണ്ടി ഒരു പാട്ടൊക്കെ പാടി തരുമല്ലേ? ഓക്കെ ആന്റി, അപ്പോൾ പാടിക്കോ, കേക്കട്ടെ.
സർവം മറന്നു ആടുന്നു ഞാൻ പ്രേമകളിൽ ഏകം തോന്നൊരു സംഗീതമായിരുന്നെങ്കിൽ ഞാൻ സർവേശ്വരാനിൻ സാമിത്യലഹരിയിൽ സർവം മറന്നു ആടുന്നു ഞാൻ ഒരിക്കലും എന്നെ തിരിയില്ലെന്ന് ഒരിക്കൽ നീ ഓടിയ കാതുകളിൽ ഒരിക്കലും എന്നെ തിരിയില്ലെന്ന് ഒരിക്കൽ നീ ഓടിയ കാതുകളിൽ ഓമനമുഖമെന്റെ ഉള്ളത്തിലിന്നും ഓർമ്മയിലോകങ്ങളായി ഓമനമുഖമെന്റെ ഉള്ളത്തിലിന്നും ഓർമ്മയിലോ സർവം മറന്നു പാടുന്നു ഞാൻ. ഓക്കെ ആൻറ്റി, ഓക്കെ, നല്ല പാട്ടായിരുന്നു കേട്ടോ. ഓ, നല്ലോണം പാടുന്നുണ്ടേ. ഞങ്ങൾക്ക് വേണ്ടി പാട്ട് സമ്മാനിച്ചതിന് നന്ദി കേട്ടോ. ഓ, അപ്പോൾ ആൻറ്റി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് കടന്നാലോ? കിടക്കാം. ഓക്കെ. യഹോവ റിബ്ല മരുഭൂമിയേക്കാൾ അധികം നിർജ്ജനവും ശൂന്യമാവുന്നത് എന്താണ്, എങ്ങനെയാണ്? ഒന്നുകൂടെ പറയട്ടെ ചോദ്യം ഞാൻ. ഓ, യഹോവ റിബ്ല മരുഭൂമിയേക്കാൾ അധികം നിർജ്ജനവും ശൂന്യവുമാകുന്നത് എന്താണ്, എങ്ങനെയാണ്? അവരുടെ നേരെ കൈനീട്ടി അതെ അവരുടെ സകല വാസസ്ഥലങ്ങളിലും. അതെ അതെ, ശരിയായിട്ടുള്ള ഉത്തരവാണ്. യഹോവ അവർക്ക് നേരെ കൈനീട്ടി അവരുടെ സകല വാസസ്ഥലങ്ങളും. ആ, ഈ കാലഘട്ടത്തിൽ എനിക്കൊരു സാക്ഷ്യം പറയാൻ ആഗ്രഹമുണ്ടോ? ഇപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് കർത്താവ് തന്ന വലിയൊരു കൃപയോ നന്ദിയോ ഒക്കെ. ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുന്ന മക്കളെ ദൈവം സൂക്ഷിക്കും. അതെ അതെ ദൈവം ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. അതെ അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും യഹോവ ഉപേക്ഷിക്കുകയില്ല. യഹോവ സൂക്ഷിക്കും. അതെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് യഹോവ സൂക്ഷിക്കും നമ്മള്. അതെ, നേരാണ്. അതിൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തി ഷെയർ ചെയ്യാൻ ആഗ്രഹമുണ്ടോ? ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടാവുക, അതൊക്കെ അതൊക്കെ ഉണ്ട്. ഒരെണ്ണം ഞങ്ങളോടൊന്ന് ഷെയർ ചെയ്യുമോ? ശത്രു പദ്ധതികളെ എന്തെയും തകർക്കും, ഈ ശത്രു പദ്ധതികളെ അറിയിക്കും. ഓക്കെ ആൻറ്റി, അപ്പോൾ നമുക്കിനി അടുത്ത ചോദ്യത്തിലോട്ട് കടന്നാലോ? കിടക്കാം. ഓക്കെ. യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തോട് അരുൾ ചെയ്തത് എന്താണ്? അവസാനം ദേശത്തിന്റെ 4 ഭാഗത്തും അവസാനം വന്നിരിക്കുന്നു. യഹോവയായ ദൈവം ഇസ്രായേൽ ദേശത്തോട് അരുൾ ചെയ്തത് എന്താണ്? ജനങ്ങളുടെ മേലെ കർത്താവ് എന്താണ്, യഹോവ എന്താണ് അയച്ചത്? വചനത്തിലുണ്ടല്ലോ. കോപം നിന്റെ മേൽ അയച്ച്, അതെ കോപം നിന്റെ മേൽ അയച്ച് നിന്റെ നടപ്പിന് തക്കവണ്ണം നിന്നെ ന്യായം വിധിച്ച് അതെ നിന്റെ സകല മ്ലേച്ഛതകൾക്കും നിന്നോട് പകരം ചെയ്യും. അതെ അതെ, ശരിയായിട്ടുള്ള ഉത്തരമാണ്. ഉത്തരം, ഞാൻ എൻ്റെ കോപം നിന്റെ മേൽ അയച്ച് നിന്റെ വഴികൾക്ക് അനുസരണമായി നിന്നെ ന്യായം വിധിക്കും, നിന്റെ സകല മ്ലേച്ഛതകൾക്കും നിന്നോട് പകരം ചെയ്യും. അതെ, ശരിയായിട്ടുള്ള ഉത്തരങ്ങളെല്ലാം പറഞ്ഞു കേട്ടോ. അപ്പോൾ വളരെ സന്തോഷം ഞങ്ങളെ വിളിച്ചതിന്. അപ്പോൾ വചനങ്ങളൊക്കെ നല്ലോണം വായിക്കണം. ഇനിയും ഏറെ വചനങ്ങൾ വായിക്കുക കേട്ടോ. നമുക്ക് വേണ്ടി പ്രാർത്ഥനയിൽ ഓർക്കണേ. ഓ, ഓക്കെ, കർത്താവ് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കട്ടെ. ശൈലജ എൻ്റെ ആയിരുന്നു നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ആള് ഈ പറഞ്ഞ മാതിരി എല്ലാവരും പോലെ നമുക്ക് വേണ്ടി നല്ല പാട്ടൊക്കെ പാടിത്തന്നു. ബൈബിൾ 2 തവണ വായിച്ചു തീർത്തു, പുതിയ നിയമവും പഴയ നിയമവും. അതൊക്കെ വലിയ കാര്യമാണ്.
അപ്പോൾ ഇനി നമ്മുടെ സ്റ്റോറിയുടെ ബാക്കി ഭാഗത്തോട്ട് നമുക്ക് നീങ്ങാം. അപ്പോൾ ഈ കൊച്ചു പറഞ്ഞ മാതിരി അപ്പച്ചൻ എന്ത് ചെയ്തു? കൊച്ചു പറഞ്ഞതല്ലേ, പ്രാർത്ഥിക്കാമെന്നൊരു തീരുമാനത്തിലോട്ടെത്തി. അതിശയം എന്ന് പറയട്ടെ, മാസങ്ങൾക്കുള്ളിൽ അയാളെ ചതിച്ചിട്ട് പോയ സുഹൃത്ത് അയാളോടൊന്ന് ക്ഷമ പറയുകയും ആ പണമൊക്കെ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ, പ്രാർത്ഥിക്കുന്നതിന് ഉത്തരം ലഭിക്കുമെന്ന വചനം തന്നെ നമ്മളോട് പറയുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഏറെ ഉണ്ടാകുന്നൊരു ചോദ്യമാണ്, പ്രാർത്ഥിച്ചില്ലെങ്കിൽ എന്താ ദൈവം കേൾക്കത്തില്ല എന്നൊരു ചോദ്യം. കേൾക്കും, പക്ഷെ നമ്മുടെ കടമയാണ് പ്രാർത്ഥിക്കുക എന്നുള്ളത്. നമ്മുടെ കടമ എവിടെ പൂർത്തിയാകുന്നു അവിടെ അതിനുള്ള ഉത്തരവ് ലഭിച്ചിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വചന സമീക്ഷ അവസാനിക്കുകയാണ്. പുതിയൊരു നല്ലൊരു കോൾസും സ്റ്റോറിയും ഒക്കെ ആയിട്ട് ഇനിയും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും. താങ്ക് യു.